വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ജീവനക്കാർക്ക് പച്ച നിറത്തിലുള്ള ഡ്രസ് കോഡ് ഏർപ്പെടുത്താനുള്ള തീരുമാനം സൊമാറ്റോ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. എന്നാൽ ഈ തീരുമാനം കൊണ്ട് സൊമാറ്റോ തന്നെ പൊല്ലാപ്പിലായതോടെ ആ തീരുമാനം ഞൊടിയിടയിൽ മാറ്റിയിരിക്കുകയാണ് സൊമാറ്റോ. ഡ്രസ് കോഡ് വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് പച്ച വേണ്ട, പഴയ ചുവപ്പ് തന്നെ മതി എന്ന് സൊമാറ്റോ തീരുമാനിക്കുന്നത്. സൊമാറ്റോ ജീവനക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റെഡ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്ക് പച്ച നിറത്തിലുള്ള നിറം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഒരേ ബോക്സിൽ വെജ്, നോൺ വെജ് ഭക്ഷണങ്ങൾ ഒന്നിച്ചു വെക്കുമ്പോൾ ഗന്ധം കൂടുതലാണ് എന്ന് പല ഉപഭോക്താക്കളും പരാതി പറഞ്ഞിരുന്നു. ഇതുകാരണമാണ് പച്ച നിറത്തിലുള്ള ഡ്രസ് കോഡ് വെജ് ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ സൊമാറ്റോ വെട്ടിലായി. ഇത്തരത്തിലൊരു വേർതിരിവ് വിവേചനമാണെന്നും അത് കുറ്റകരമാണെന്നും ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. ഡെലിവറി ഏജന്റ് മുസ്ലിം ആയതിനാൽ ഞങ്ങളുടെ ഭക്ഷണശുദ്ധി കളങ്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഡ്രസ് കോഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ ന്യായീകരണങ്ങളും എല്ലാം സൊമാറ്റോയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇത് ശരിയായ ഒരു രീതിയല്ലെന്നാണ് ദലിത് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ മരിയ ലോറൻസ് പ്രതികരിച്ചത്. ഇത്തരത്തിൽ മനുഷ്യനെ ജാതി പറഞ്ഞ് അവഹേളിക്കുന്ന സംഭവം വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വേണ്ടെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. പിന്നീട് സോഷ്യൽ മീഡിയയിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് വന്നത്. ഒടുവിൽ തീരുമാനം സൊമാറ്റോ മാറ്റി. വനിതാ ദിനത്തിൽ കയ്യടി ലഭിച്ച തീരുമാനമെടുത്ത സൊമാറ്റോയെ പ്രശംസിച്ച് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നു. വനിതാ ഡെലിവറി പാർട്ട്ണർമാർക്ക് റെഡ് കുർത്തി യൂണിഫോം ഇടാം എന്നതായിരുന്നു സൊമാറ്റോയുടെ വനിതാ ദിന സമ്മാനം. എന്നാൽ തൊട്ടു പിന്നാലെ എടുത്ത ഈ തീരുമാനം സൊമാറ്റോയെ തീർത്തും വെട്ടിലാക്കിയിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നതിന് മുൻപേ സൊമാറ്റോ ആ തീരുമാനം പിൻവലിച്ചു. പച്ച വേണ്ട, ചുവപ്പ് തന്നെ മതി എന്ന് തീരുമാനമെടുത്തു.